ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം കർത്താവിന്റെ വചനവുമായി തങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധം ഏറ്റവും അത്യാവശ്യമായതാണ്. ദൈവവുമായുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൽ പല നഷ്ടങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടത് വരുന്നു. വ്യക്തിപരമായി നമുക്ക് ദൈവവുമായി നല്ല ബന്ധം വേണം. നമ്മുടെ കുടുംബത്തിന് ദൈവവുമായി നല്ല ബന്ധം വേണം. സഭയ്ക്ക് അകത്ത് ദൈവവുമായി നല്ല ബന്ധം വേണം. നമ്മുടെ സമൂഹത്തിന് ദൈവവുമായി നല്ല ബന്ധം വേണം. ദൈവവുമായുള്ള ബന്ധമാണ് നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. ദൈവവുമായുള്ള ബന്ധമാണ് ദൈവ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നത്. ദൈവവുമായുള്ള ബന്ധമാണ് ദൈവ ശബ്ദം നമ്മെ കേൾപ്പിക്കുന്നത്. ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നാം അനുഭവിക്കേണ്ടത് വരും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്ത നമ്മുടെ ജീവിതത്തെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. നമ്മുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം കൊണ്ടുവരുന്നതാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവികമായ വചന ചിന്തയിലേക്ക് കടന്നു വരാം. ഒരു വൈദ്യുതി കണക്ഷനുമായുള്ള ബന്ധം അല്ലെങ്കിൽ കറണ്ടുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ ഒരു ഭവനത്തിൽ വൈദ്യുതി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സകല ഉപകരണങ്ങളും പ്രവർത്തനരഹിതമായി മാറുന്നത് പോലെ ദൈവവുമായുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രവർത്തനങ്ങളും നഷ്ടപ്പെടുകയാണ്. ഇന്നത്തെ ചിന്തയിലേക്ക് നാം കടന്നു വരാം. പഴയ നിയമത്തിൽ ഏറ്റവും മനോഹരമായ ഒരു പ്രവചന പുസ്തകമാണ് ജോബേൽ പ്രവചന പുസ്തകം. ദൈവവചനത്തെ രണ്ടായി നാം വേർതിരിച്ചാൽ പഴയ നിയമം, പുതിയ നിയമം. പഴയ നിയമത്തെ തന്നെ 5 വ്യത്യസ്തമായ തലക്കെട്ടുകളിൽ നമുക്ക് വേർതിരിക്കുവാൻ കഴിയും. ആദ്യത്തെ 5 പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥങ്ങൾ, തുടർന്നുള്ള പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ, തുടർന്ന് സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ പദ്യ പുസ്തകങ്ങൾ, തുടർന്ന് വരുന്നതാണ് പ്രവചന പുസ്തകങ്ങൾ. പ്രവചന പുസ്തകത്തെ 2ആയി വേർതിരിക്കുന്നു. ഒന്ന്, വലിയ പ്രവാചകന്മാർ യെശയ്യാവ്, യെരേമിയാവ്, എസെക്കിയേൽ, ദാനിയേൽ. ഈ 4 പുസ്തകങ്ങളെ വലിയ പ്രവാചകന്മാരെന്നും തുടർന്ന് വരുന്ന 12 പുസ്തകങ്ങളെ ചെറിയ പ്രവാചകന്മാർ, മേജർ പ്രോഫറ്റ്സ് ആൻഡ് മൈനർ പ്രോഫറ്റ്സ് എന്നെല്ലാം വേദ പണ്ഡിതാക്കൾ വിളിച്ച് നമുക്ക് ബൈബിൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ ജോവേൽ എന്ന് പറയുന്ന പ്രവാചകൻ യഹൂദയിൽ ഏതാണ്ട് ക്രിസ്തുവിന് മുൻപായി 800 BC-യിൽ ശുശ്രൂഷ ചെയ്ത ഒരു മഹാനായ ദൈവമനുഷ്യനാണ്. ആ യോവേൽ പ്രവചന പുസ്തകം നാം വായിക്കുമ്പോൾ 3 വിധത്തിലുള്ള കാര്യങ്ങൾ നാം ചിന്തിക്കുവാൻ, പഠിക്കുവാൻ ഞാൻ വേർതിരിക്കുകയാണ്. ഒന്ന്, ദൈവവുമായുള്ള ബന്ധം, ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട ജനം, അതിനുണ്ടാകുന്ന നഷ്ടം. 2, ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുവാൻ നാം എന്ത് ചെയ്യണം. 3, ദൈവവുമായുള്ള ബന്ധത്തിലേക്ക്, ദൈവികമായ കൂട്ടായ്മയിലേക്ക് നാം മടങ്ങി വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ. ഈ പകൽക്കാലം സഭയ്ക്ക് ഈ ദൂത് അനുഗ്രഹമായി തീരട്ടെ. വ്യക്തി ജീവിതങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങൾക്ക് ഇന്നത്തെ ദൂത് ചിന്ത അനുഗ്രഹമായി തീരുവാൻ ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വളരെ ശ്രദ്ധയോട് നാം കേട്ടാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. ദൈവമായുള്ള ബന്ധം അല്ലെങ്കിൽ ദൈവമായുള്ള കൂട്ടായ്മ, ദൈവമായുള്ള സ്നേഹം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 4-5 നഷ്ടങ്ങളെ കുറിച്ച് ഈ യോവേൽ പ്രവചന പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഇപ്രകാരം പറയുന്നു: തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ഇങ്ങനെ നഷ്ടങ്ങളെ കുറിച്ച് പറയുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്ന ഒരു ദേശത്തിൽ, ഒരു കുടുംബത്തിൽ, ഒരു സഭയ്ക്കകത്ത്, ഒരു വ്യക്തി ജീവിതത്തിന്റെ അനുഭവത്തിൽ നാം അറിയാത്ത ജീവികൾ, ഇവിടെ തുള്ളൻ, വെട്ടുക്കിളി, പച്ചപ്പുള്ളു, പച്ചക്കിളി, വെട്ടിൽ എന്നെല്ലാം പറയുന്നത് ഒരേ വർഗത്തിൽപ്പെട്ടതാണ്. എന്നാൽ ഒന്നിനു പുറകെ ഒന്നായി മാറി മാറി കടന്നു വന്ന് ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മകളെ കവർന്നു തിന്നുകയാണ്. നാം അറിയാതെ നമ്മുടെ ജീവിതങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിക്കുകയാണ്.
ഒരു ജീവി വന്ന് ഒരു അനുഭവത്തെ തിന്നുകടയുമ്പോൾ നാം മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെട്ടില്ലെങ്കിൽ അടുത്ത ജീവി ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ, ഒന്നിനു പുറകായി ഒന്നായി പോരാട്ടങ്ങൾ കടന്നു വന്ന് ജീവിതത്തിൽ ഉണ്ടാകുന്ന പച്ചപ്പുകളെ, ജീവിതത്തിൽ ഉണ്ടാകുന്ന വളർച്ചകളെ, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫലങ്ങളെ തിന്നുകടയുകയാണ്. നാം പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന പല വിഷയത്തിനും പ്രതീക്ഷയ്ക്കപ്പുറമായി പലതും സംഭവിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവമായുള്ള ബന്ധം, കൂട്ടായ്മ നഷ്ടപ്പെട്ടതുകൊണ്ട്. 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം പ്രകാരം പറയുന്നു, ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായൊരു ജാതി എന്റെ ദേശത്തിന്റെ നേരെ വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതത്തിനെതിരെ ബലമായ ശത്രുവിന്റെ ആക്രമണം, യുദ്ധത്തിന് വരുന്ന സൈന്യത്തെ പോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുകയാണ്. അത് ഒരുപക്ഷെ ആഭിചാരമാകാം, അസൂയയാകാം, നാം അറിയാത്ത കേസുകളാകാം, പോരാട്ടങ്ങളാകാം, നഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. ഇതിന്റെ മൂല കാരണം മറക്കരുത്, ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതുകൊണ്ട്. മൂന്നാമതായി ആരാധന നഷ്ടപ്പെടുകയാണ്. 9-ാമത്തെ വാക്യം, യോവേൽ പ്രവചന പുസ്തകം 1:9. ഭോജനയാഗവും പാനീയയാഗവും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. പ്രാർത്ഥനയും ആരാധനയും നഷ്ടപ്പെട്ട ഒരു അനുഭവം. ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. പ്രാർത്ഥനയിൽ, ആരാധനയിൽ ഉത്സാഹമറ്റ അനുഭവങ്ങൾ, മടുപ്പ് തോന്നുന്നതായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. കാരണം ദൈവമായ സ്നേഹം, ദൈവവുമായുള്ള ബന്ധം, കൂട്ടായ്മ നഷ്ടപ്പെട്ടതുകൊണ്ട്. 10-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ആഹാരം പോലും നഷ്ടപ്പെടുകയാണ്. വയൽ ശൂന്യമായി തീർന്നു, വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചു, ധാന്യം നശിച്ചു, പുതുവീഞ്ഞ് വറ്റിയും പുതുവീഞ്ഞ് വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കയാൽ എണ്ണ ക്ഷയിച്ചും പോയിരിക്കയാൽ ദേശം ദുഃഖിക്കുന്നു. ദേശം ദുഃഖിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നിനു പുറകായി ഒന്നായി പോരാട്ടങ്ങൾ, പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നു എന്ന് യോവേൽ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. കാരണം എന്താ? ദൈവമായുള്ള കൂട്ടായ്മ, ദൈവമക്കളുമായുള്ള കൂട്ടായ്മ, ആദ്യ സ്നേഹം, പ്രാർത്ഥനാ ജീവിതം, ആമേൻ, വിശുദ്ധ ജീവിതം, ഇതെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്നതുപോലെ മാറി മാറി പ്രശ്നങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആനന്ദം മനുഷ്യപുത്രരെ വിട്ടു മാഞ്ഞുപോയി. ആനന്ദമില്ല, സന്തോഷമില്ല, ഉത്സാഹമില്ലാത്ത അനുഭവത്തിലേക്ക് മനുഷ്യർ കടന്നു പോവുകയാണ്. വീണ്ടും അടുത്ത വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ, ആമേൻ, മനുഷ്യന്റെ ജീവിതത്തിൽ 15-ാമത്തെ വാക്യം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു, ആ അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ സംഹാരം പോലെ ആ യഹോവയുടെ ദിവസം വരികയാണ്. 17-ാമത്തെ വാക്യം, വിത്തുകൾ കട്ടപ്പുറത്ത് കിടക്കുകയാണ്, വിതയ്ക്കുന്നു, എന്നാൽ ഫലം ലഭിക്കുവാൻ കഴിയുന്നില്ല. തുടർന്ന് വായിച്ചാൽ ദേശത്ത് മഴയില്ല, ശൂന്യമായ ഒരു അനുഭവം, നഷ്ടങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താങ്കളുടെ ജീവിതം ഇതുപോലെ നഷ്ടത്തിൽ കൂടെ പോവുകയാണോ? തുള്ളനും വിട്ടിലും പച്ചപ്പുഴുവും പച്ചക്കിഴിയും മാറി മാറി കടന്നു വന്ന് ജീവിതത്തിലെ നന്മകളെ തിന്നുകൊണ്ടു പോവുകയാണോ? ഒരുപാട് വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന വിഷയങ്ങളിൽ പരാജയങ്ങൾ സംഭവിക്കുകയാണോ? ജീവിതത്തിൽ കാരണമില്ലാതെ ശത്രുക്കൾ നമ്മെ ആക്രമിക്കുന്നുണ്ടോ? ജീവിതത്തിൽ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത അനുഭവത്തിൽ കൂടെ പോവുകയാണോ? എല്ലാം ഉണ്ടായിരുന്ന സ്ഥലത്ത് കളപ്പുറകൾ, പാണ്ഡികശാലകൾ ശൂന്യമാക്കപ്പെട്ട അനുഭവങ്ങളുണ്ടോ? ജീവിതത്തിൽ തലമുറകൾ നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ, ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാത്തതുപോലെ വിത്തുകൾ വിതയ്ക്കപ്പെടുന്നു, എന്നാൽ അതിന് ഫലം ലഭിക്കാത്ത അനുഭവം, എല്ലാം കട്ടപ്പുറത്ത് കിടക്കുന്നത് പോലെ, ആമേൻ, വെള്ളമില്ലാതെ, നനവില്ലാതെ, മുളപ്പ് തട്ടാതെ ഉള്ള ഒരു അനുഭവത്തിൽ എത്രയോ കഷ്ടപ്പെട്ടിട്ടും എത്രയോ രാത്രങ്ങൾ അധ്വാനിച്ചിട്ടും ഒരു പ്രതിഫലമില്ലാത്ത ഒരു അനുഭവത്തിൽ കൂടെ, ശൂന്യതയുടെ നടുവിൽ കൂടെ കടന്നു പോവുകയാണോ? മൂല കാരണം പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി, ദൈവമായി യാതൊരു കൂട്ടായ്മയുമില്ല. പാപത്തിലെ പടുകുഴിയിലേക്ക് മനുഷ്യർ കടന്നു പോവുകയാണ്. പിന്മാറ്റം എന്ന് പറയുന്നത് സാധാരണമായതല്ല. ജീവിതത്തിൽ പിന്മാറ്റങ്ങൾ കടന്നു വരുമ്പോൾ ജീവിതത്തിൽ
ജീവിതത്തിൽ നാം അറിയാതെ തകർച്ചകളിൽ നിന്ന് തകർച്ചകളിലേക്ക് പോവുകയാണ്. ഇത് ഒരു രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്നു, കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, സ്നേഹ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആമേൻ. ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ പലത് അവിടെ നഷ്ടപ്പെടുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞു, വൈദ്യുതിയുമായുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ ഉപകരണങ്ങൾ പല ആമേൻ ഇലക്ട്രിക് കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളെല്ലാം പ്രവർത്തനരഹിതമായി പോകുന്നത് പോലെ ജീവിതത്തിൽ ദൈവമായുള്ള ബന്ധം, കൂട്ടായ്മ നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൽ തന്നെ സകലതും ശൂന്യമാക്കപ്പെട്ട അനുഭവത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സോ വി നീഡ് ടു റീകണക്ട് വിത്ത് ഗാഡ്. ദൈവമായുള്ള ബന്ധം, ദൈവമായുള്ള കൂട്ടായ്മയിലേക്ക് നാം കടന്നു വരണം. ആ ബന്ധം പുലർത്തുവാൻ, ആ ദൈവമായുള്ള ബന്ധം പുതുപ്പിക്കുവാൻ നാം എന്ത് ചെയ്യണമെന്ന് പ്രവാചകൻ പറയുന്ന ഒരു 3-4 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞ് ചിന്തയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പ്രവാചകൻ വിളിച്ചു പറയുന്ന ശക്തമായ ഒരു വചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഒരു ദിവസം നിയമിപ്പിൻ, ഒരു ദിവസം, ഒരു ഉപവാസ ദിവസം നിയമിപ്പിൻ, സഭായോഗം വിളിപ്പിൻ, സഭായോഗം വിളിപ്പിൻ, മൂപ്പന്മാരെയും ദേശത്തിലെ ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവിൻ. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവിൻ. യഹോവയോട് നിലവിളിപ്പിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നഷ്ടമുണ്ടാകുകയാണെങ്കിൽ നാം തനിച്ചു ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ മതി. എന്നാൽ നമ്മുടെ കുടുംബത്തിലാണ് ആ നഷ്ടങ്ങൾ സംഭവിക്കുന്നത്, കുടുംബത്തിനാണ് പോരാട്ടമെങ്കിൽ കുടുംബമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. സഭയിലാണ് പ്രശ്നം, സഭയ്ക്കകത്താണ് നഷ്ടങ്ങളും പരാജയമെങ്കിൽ സഭയായി ഒരുമിച്ച് കൂടി വരണം. ഇല്ല, ദേശമാണ് നഷ്ടത്തിൽ കൂടെ പോകുന്നതെങ്കിൽ ദേശം മുഴുവനും ഒന്നടങ്കം ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. എനിക്കറിയാം, ഈ ചിന്ത, ഈ സന്ദേശം പല സ്വഭാവത്തിലുള്ള, പല രീതിയിൽ കഷ്ടത്തിൽ കൂടെ പോകുന്ന ജനമാണ് കേൾക്കുന്നത്. വ്യക്തിപരമായ ജീവിതത്തിൽ നഷ്ടമുണ്ടായവരുണ്ട്, കുടുംബത്തിന്റെ അകത്ത് നഷ്ടമുണ്ടായവരുണ്ട്, സഭയാം കുടുംബത്തിന്റെ അകത്ത് പരാജയപ്പെട്ടവരുണ്ട്, ദേശത്തിൽ പരാജയത്തിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈ യോവേൽ പ്രവചന പുസ്തകം ആമേൻ വിളിച്ചു പറയുന്ന സത്യം, യഹൂദ എന്ന ദേശമേ, ഇസ്രായേൽ എന്ന ദേശമേ, നിങ്ങൾ സഭയെ കൂട്ടുക, നിങ്ങൾ ഒരു ഉപവാസ ദിവസം പ്രസിദ്ധപ്പെടുത്തണം. ആ ഉപവാസ ദിവസത്തിൽ ആരെല്ലാം ഉപവസിക്കണമെന്ന് 2-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യത്തിൽ പറയുന്നു. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ കൂട്ടണം, കന്യകമാർ കടന്നു വരണം, യൗവനക്കാർ കടന്നു വരണം, വൃദ്ധന്മാർ കടന്നു വരണം, ആബാലവൃദ്ധം സകല ജനങ്ങളും ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. എന്തിന് ഉപവാസം? ഉപവാസം എന്ന് പറയുന്നത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയല്ല. ദൈവമായുള്ള നഷ്ടപ്പെട്ടു പോയ ബന്ധം വീണ്ടും ദൈവസന്നിധിയിലേക്ക് നമ്മെ പുതുപ്പിക്കേണ്ടതിന്, നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ ഒന്ന് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടേണ്ടതിനാണ് ഉപവാസം. ദൈവമായുള്ള ബന്ധം തകർന്നു പോയത് വീണ്ടും പണിയപ്പെടേണ്ടതിനാണ് ഉപവാസം. 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഇപ്രകാരം പ്രവാചകൻ വിളിച്ചു പറയുന്നു: എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസ ദിവസത്തിൽ പൂർണ്ണമായ ഒരു ഹൃദയത്തോട് ദൈവസന്നിധിയിലേക്ക് വരണം. പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയുവിൻ. ദൈവത്തോട് തിരിയണം. ദൈവമായുള്ള ബന്ധം, കൂട്ടായ്മ നഷ്ടപ്പെട്ടവർ ആ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരണമെങ്കിൽ പാപവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, ലോകവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, ഈ ലോകത്തിന് പുറകെ ഓടുന്നത് ഒന്ന് നിർത്തിക്കൊണ്ട്, ഏതെല്ലാം ജീവിതത്തിൽ ദുർമാർഗമായത് കടന്നു വന്നു അതിനെല്ലാം ആമേൻ ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സു പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നതാണ്. ദൈവത്തോട് യഥാർത്ഥമായി നമ്മെ തന്നെ തിരിഞ്ഞ് നാം കടന്നു വരുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് പശ്ചാത്തപിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനർത്ഥങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് ദൈവം മനസ്സലിയും. ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു കരുണാമയനാണ്. ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മനസ്സലിവുള്ള ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. ജനത്തിന്റെ നേരെ തൻ്റെ ആമേൻ സഹതാപത്തെ, അല്ലെങ്കിൽ ജനത്തിനു വേണ്ടി പക്ഷതാപിക്കുന്ന, ജനത്തിനു വേണ്ടി മനസ്സലി
മനസ്സലിയുന്ന ഒരു മഹാപുരോഹിതനാണ്. ദൈവസന്നിധിയിൽ കടന്നു വന്ന്, അപ്പാ, ഞാൻ സ്വർഗ്ഗത്തിനും നിനക്കും എതിരായി പാപം ചെയ്തിരിക്കുന്നു എന്ന് ആര് ഏറ്റു പറയുന്നു, അവരുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കർത്താവ് മനസ്സലിവുള്ളവരാണ്. നാം ദൈവമായുള്ള കൂട്ടായ്മയിലേക്ക് മടങ്ങി വരണം. ഉപവാസത്തോട് വരണം, താഴ്മയോട് വരണം, കണ്ണുനീരോടുകൂടെ കടന്നു വരണം, പക്ഷതാപത്തോടു കൂടെ കടന്നു വരണം, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കടന്നു വരണം. അടുത്ത വാക്യം ഇപ്രകാരം പറയുന്നു, 2:15-16. ഒരു ഉപവാസം നിയമിപ്പിൻ, ഒരു ഉപവാസം നിയമിപ്പിൻ, സഭായോഗം വിളിപ്പിൻ, സഭായോഗം വിളിപ്പിൻ, ജനത്തെ കൂട്ടിവരുത്തുവിൻ. ജനത്തെ കൂട്ടി വരുത്തുവിൻ. അപ്പൊ കുടുംബമായി തെറ്റുപറ്റിയിരിക്കുന്നെങ്കിൽ കുടുംബമായി കൂടി വരണം. സഭയായി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സഭയായി കൂടി വരണം. തുടർന്ന് സഭയെ വിശുദ്ധീകരിപ്പിൻ, സഭയെ വിശുദ്ധീകരിപ്പിൻ. തന്നെ വിശുദ്ധീകരിക്കുക. നമ്മുടെ മാലിന്യങ്ങളെ എല്ലാം മാറ്റി സഭ വിശുദ്ധമാകണം, കുടുംബം വിശുദ്ധമാകണം, ദേശം വിശുദ്ധമാകണം. സഭയെ വിശുദ്ധീകരിപ്പിൻ. മൂപ്പന്മാരെ കൂട്ടിവരുത്തുവിൻ, മൂപ്പന്മാർ കൂടി വരണം. പൈതങ്ങളെയും മുല കുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവിൻ. മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറപ്പെട്ട് വരട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് സകലരും ഒരുമിച്ച് കൂടണം. എനിക്കറിയാം, ഈ പകൽക്കാലം ദൈവശബ്ദം കേൾക്കുന്ന ചില വീടുകളുടെ അകത്ത് നഷ്ടങ്ങളാണ്, പരാജയങ്ങളാണ്, തോൽവികളാണ്, രോഗമാണ്, കടഭാരങ്ങളാണ്, ജപ്തി നോട്ടീസുകളാണ്. ആമേൻ. വിദ്യാഭ്യാസത്തിൽ തടസ്സം, വിവാഹ തടസ്സങ്ങൾ എന്ന് വേണ്ട ഒന്നിനു പുറകെ ഒന്നായി പല പ്രതീക്ഷകളോടുകൂടെ ആയിരുന്നവർ ഇന്ന് തകർച്ചയിൽ നിന്ന് തകർച്ചയുടെ ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, ഒന്ന് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ, ദൈവത്തോട് സമയം ചെലവ് ചെയ്യുവാൻ നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് കടന്നു വരണം. ഇന്ന് കുടുംബമായി ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ പലർക്കും മനസ്സില്ല. ആരോ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ മറ്റുള്ളവർക്ക് പ്രാർത്ഥന വേണ്ട. എന്നാൽ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, ആബാലവൃദ്ധം ജനം കടന്നു വരട്ടെ, ബാല്യക്കാർ കടന്നു വരട്ടെ, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾ കടന്നു വരട്ടെ, കന്യക കടന്നു വരട്ടെ, മണവാളൻ മണവറയെ വിട്ട് വരട്ടെ, മണവാട്ടി ഉള്ളറയെ വിട്ട് കടന്നു വരട്ടെ. എന്തിനാണ്? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ മൂപ്പന്മാർ കടന്നു വരണം. എല്ലാവരും ഒരുമിച്ച് ആമേൻ കുടുംബമായി ഐക്യതപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിലേക്ക്, നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക ബന്ധത്തിലേക്ക്, നഷ്ടപ്പെട്ടു പോയ ആ കൂട്ടായ്മ ഒന്നുകൂടെ പുതുപ്പിക്കേണ്ടതിന് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി മനസ്സ് അളിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി പക്ഷതപിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി കരുണ കാണിക്കുന്ന ദൈവം, തൽസമയത്ത് കരുണ ലഭിക്കുവാൻ ആ കൃപാസനത്തിന്റെ അടുത്തേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി മനസ്സലിയുന്ന ദൈവമാണ്. മനസ്സലിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ 19-ാമത്തെ വാക്യം 18-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുവാൻ പോകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രവാചകൻ പ്രവചന ദൂതുകളായി പറയുകയാണ്. ഓരോ വാക്യങ്ങളും വായിച്ചു പറയുവാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിലും സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് വേഗത്തിൽ ചില ചിന്തകൾ മാത്രം ഞാൻ പങ്കുവെക്കട്ടെ. അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ ദൈവം ജനത്തെ ആദരിക്കുവാൻ മനസ്സ് വെച്ചു. കാരണം എന്താണ്? ആര് മടങ്ങി വരുന്നോ അവരെ ദൈവം ആദരിക്കും. 19-ാമത്തെ വാക്യം പറയുന്നു, ദൈവം ജനത്തിന്റെ പ്രാർത്ഥന കേട്ടു. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. എപ്പോൾ? ദൈവമായുള്ള ബന്ധത്തിലേക്ക്, ദൈവമായുള്ള കൂട്ടായ്മയിലേക്ക് നാം മടങ്ങി വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകിയാണ്. 18 മുതലുള്ള വാക്യം ആമേൻ വേഗത്തിൽ വായിച്ച് നാം കേൾക്കാം. അങ്ങനെ യഹോവ തന്റെ ദേശത്തിനു വേണ്ടി തീക്ഷ്ണത കാണിച്ചു, തന്റെ ജനത്തെ ആദരിച്ചു. മടങ്ങി വരുന്നവരെ ആദരിക്കുന്ന നല്ല ദൈവം. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? പ്രിയ സഹോദര, മടങ്ങി വാ, ദൈവം നിനക്ക് വേണ്ടി തീക്ഷ്ണത കാണിക്കും. പ്രിയ മാതാവേ, മടങ്ങി വാ, ദൈവം നിന്നെ ആദരിക്കും, നിന്റെ കുടുംബത്തെ ആദരിക്കും. എവിടെയെല്ലാം നീ തകർന്നു പോയോ, ഏതെല്ലാം പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കുന്നു, എവിടെ അവൻ കണ്ണുനീരിന്റെ നടുവിലായിരിക്കുന്നു, ഏത് ദേശത്ത്, ഏത് പട്ടണത്ത്, ഏത് ഗ്രാമത്ത്, ഏത് ജോലി സ്ഥലത്ത് ആമേൻ നിന്ദിക്കപ്പെട്ടു, അവിടെ തന്നെ മാനിക്കുന്ന ദൈവമുണ്ട്. നമ്മെ ആദരിക്കുവാൻ മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല, നമ്മെ ആദരിക്കുവാൻ ഈ ലോകത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയത്തില്ല. എന്നാൽ അവർ തരുന്ന ആദരവിനേക്കാൾ ആമേൻ ഒരു ദിവസം ആദരിച്ചവർ മറ്റേ ദിവസം നമ്മെ പഠിച്ചെന്ന് വരാം, നിന്ദിച്ചെന്ന് വരാം. എന്നാൽ നിത്യമായ ഒരു രക്ഷയിലേക്ക്, നിത്യമായ ഒരു ആദരവ് നൽകി നമുക്ക് വേണ്ടി കടാക്ഷിക്കുവാൻ കഴിയുന്ന നല്ലൊരു ദൈവം നമുക്കുണ്ട്. 20-ാമത്തെ വാക്യം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ജനത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു.
യഹോവ തന്റെ ജനത്തിന് ഉത്തരം അരുളിയത്, യഹോവ തന്റെ ജനത്തിന് ഉത്തരം അരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം തുള്ളനും വിട്ടിലും പച്ചപ്പുഴുവും പച്ചക്കടിയും തിന്നുകടഞ്ഞോ, എവിടെയെല്ലാം പരാജയമുണ്ടായോ, ഏതെല്ലാം സാഹചര്യത്തിൽ നഷ്ടം വന്നോ, അതിന് ദൈവം പറയുകയാണ്, ഇല്ല, ഞാൻ നിങ്ങൾക്ക് ധാന്യം തരും, ഞാൻ നിങ്ങൾക്ക് ആഹാരം തരും, ഞാൻ നിങ്ങൾക്ക് എണ്ണ തരും, ഞാൻ നിങ്ങൾക്ക് വീഞ്ഞു തരുമെന്ന് വാഗ്ദത്തം പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നാം മടങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മെക്കുറിച്ച് പറയുന്ന ചില വാഗ്ദത്തങ്ങളുണ്ട്. മനുഷ്യർ വാക്കുമാറും, ഇന്ന് പറഞ്ഞവർ നാളെയാകുമ്പോൾ മാറ്റി പറയും. എന്നാൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഈ ലോകത്തിലുള്ള സകലത് മാറിയാലും വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. ദൈവം പോസ്റ്റ് പറയുന്നവനല്ല. ദൈവം താങ്കളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താങ്കളുടെ കുടുംബത്തോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താങ്കളുടെ തലമുറയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രകാരം തന്നെ ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് കരമുയർത്തി എന്ന് പറയാമോ, എന്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, എന്നോട് പറഞ്ഞതുപോലെ തന്നെ എന്റെ ദൈവം നിവർത്തീകരിക്കും. 20-ാമത്തെ വാക്യം, വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി. അതെ, നിനക്ക് വിരോധമായി എഴുന്നേറ്റ ഒരു ആയുധവും ഫലിക്കത്തില്ല. ഞാൻ ആത്മാവിൽ ദൂതായി കൈമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങൾക്കെതിരെ കടന്നു വന്ന ശത്രുവിന്റെ അമ്പുകൾ, നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ പോരാട്ടങ്ങൾ, വൈരിയുടെ ആയുധങ്ങൾ, ഇതെല്ലാം ദൈവവുമായുള്ള ബന്ധം നാം നഷ്ടപ്പെട്ടപ്പോൾ നമ്മെ ആക്രമിക്കുവാൻ കടന്നു വന്നെങ്കിൽ, ദൈവവുമായുള്ള ബന്ധം സ്ഥാപിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. എത്ര വലിയ ശത്രുവായാലും എത്ര വലിയ സൈന്യമായാലും കർത്താവ് എഴുന്നേൽക്കുമ്പോൾ, സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം എഴുന്നേൽക്കും, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകും. അതേ, പുക പതറിപ്പോകുന്നത് പോലെ, ഹല്ലേലൂയ, മെഴുക് തീക്ക് മുൻപായി, അഗ്നിക്ക് മുൻപായി ഉരുകി പോകുന്നത് പോലെ ദുഷ്ടന്മാരുടെ ശത്രുവിന്റെ ആധിപത്യങ്ങളെ ദൈവം തകർത്ത് അതിനുമേൽ നമുക്ക് വേണ്ടി ജയം തരികയാണ്. 21-ാമത്തെ വാക്യം ഏറ്റവും മനോഹരമായ വാക്യമാണ്. കഴിവെങ്കിൽ എല്ലാവരും വാതുറന്നൊന്ന് പറയണം, ആമേൻ. ദേശമേ, ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ തുള്ളൻ കടന്നു വന്നെങ്കിൽ, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ രോഗം, കടഭാരം, നഷ്ടം കടന്നു വന്നെങ്കിൽ, പരാജയങ്ങൾ കടന്നു വന്നെങ്കിൽ, ദൈവമായുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുമ്പോൾ കർത്താവ് പറയുന്ന മനോഹരമായ ഒരു ദൂതാണ്, നീ ഭയപ്പെടേണ്ട. പ്രിയ കുഞ്ഞെ, പ്രിയ കുടുംബമേ, പ്രിയ പൈതലേ, നീ ഭയപ്പെടേണ്ട, നീ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. കാരണം ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ദൈവം ചെയ്ത വൻ കാര്യങ്ങൾ എന്താണ്? 23-ാമത്തെ വാക്യത്തിൽ, തക്ക സമയത്ത് മുൻമഴ പിന്മഴ ദൈവം നൽകുകയാണ്. ഏത് രാജ്യം, ഏത് കുടുംബം, ഏത് ജീവിതം പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോയോ, മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടെ പോയോ, ഫലമില്ലാത്ത അനുഭവത്തിൽ കൂടെ പോയോ, നഷ്ടത്തിൽ കൂടെ പോയോ, ആമേൻ, വേദനയിൽ, രോഗത്തിൽ കൂടെ പോയോ, ദൈവം പറയുകയാണ്, തക്ക സമയത്ത് നിനക്ക് മുൻമടയും പിന്മടയും ഞാൻ നൽകുവാൻ പോവുകയാണ്. നീ വിതച്ചിട്ട് ഫലം അനുഭവിക്കാതെ പോകത്തില്ല. നിന്റെ തലമുറകൾ നന്മ അനുഭവിക്കാതെ പോകത്തില്ല. കാരണം ഞാൻ നിനക്ക് വേണ്ടി തക്ക സമയത്ത് മുൻമടയും പിന്മടയും പെയ്യിച്ചു തരും. 24-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. പ്രിയ ദൈവമക്കളെ, താങ്കൾക്ക് ഇതൊരു ദൂതായി എടുക്കുവാൻ കഴിയുമോ? നഷ്ടത്തിന്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയ ജനം, പിന്മാറ്റത്തിൽ കടന്നുപോയ ജനം, സകലതും ശൂന്യമാക്കപ്പെട്ട ജനത്തോട് ദൈവം പറയുകയാണ്, നീ മടങ്ങി വരുമ്പോൾ നിന്റെ കളപ്പുരകളെ ഞാൻ ധാന്യം കൊണ്ട് നിറയ്ക്കും. നിന്റെ ബാങ്കിൽ ബാലൻസ് ഉണ്ടാകുവാൻ പോവുകയാണ്. നിന്റെ വരുമാനത്തിൽ ബാലൻസ് എടുക്കുവാൻ പോവുകയാണ്. അപ്പം വീഞ്ഞും ധാന്യങ്ങളും കൊണ്ട്, ആഹാരം കൊണ്ട് കളപ്പുരകളെ ദൈവം നിറയ്ക്കുവാൻ പോവുകയാണ്. നിന്റെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കൊണ്ട് നിറയും. വായിച്ചോ. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. There will be a restoration.
ഏതെല്ലാം നഷ്ടപ്പെട്ടു, ഏതെല്ലാം ഇനി ഒരിക്കലും മടങ്ങി വരത്തില്ല, എൻ്റെ ജീവിതം ശൂന്യമായി പോയി, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു കരകയറ്റമില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ പരാജയങ്ങളെ ദൈവം വിജയത്തിലേക്ക് മാറ്റും. ആമേൻ. തുള്ളനും വിട്ടിലും പച്ചപ്പുഴുവും പച്ചക്കിടിയും എല്ലാം തിന്നുകളഞ്ഞ വർഷങ്ങൾക്ക് ഞാൻ പകരം നൽകും. ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം അത് മടക്കി തരും. സമ്പത്ത് നഷ്ടപ്പെട്ടു, ദൈവം മടക്കി തരും. സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, ദൈവം അത് മടക്കി തരും. കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടു പോയോ, ദൈവം അത് മടക്കി തരും. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയോ, നഷ്ടപ്പെട്ടു പോയതെല്ലാം ദൈവം മടക്കി തരും. വിശ്വസിക്കുന്നവർ രണ്ട് കരം ഉയർത്തി ഒന്ന് ആത്മാവിൽ കണ്ടുകൊണ്ട് പറഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ നഷ്ടമായതെല്ലാം, ശത്രു നഷ്ടപ്പെടുത്തിയതെല്ലാം എൻ്റെ ദൈവം മടക്കി തരും. ജോബിന്റെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു. ആമേൻ. ജോബിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, സ്നേഹിതരെ നഷ്ടപ്പെട്ടു. ആമേൻ. ജീവിതത്തിൽ ഇനി നഷ്ടപ്പെടുവാൻ ഒന്നുമില്ല, സകലതും നഷ്ടപ്പെട്ടു. എന്നാൽ 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 ദൈവത്തിന്റെ സമയമായപ്പോൾ സകലതും ദൈവം മടക്കി നൽകി. ജോബിന്റെ ജീവിതത്തെ ആദരിച്ചു എങ്കിൽ നമുക്ക് മുൻപിൽ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം ആദരിച്ച ഭക്തന്മാരുടെ ജീവിതത്തിൽ നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കി തീർത്തു. അങ്ങനെയെങ്കിൽ ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവമായുള്ള ബന്ധം വീണ്ടും സ്ഥാപിക്കുക, ദൈവത്തോട് അടുത്തു വരിക, ദൈവവചനത്തോട് അടുത്തു വരിക, ആരാധനയോട് അടുത്തു വരിക, പ്രാർത്ഥനയോടുകൂടെ അടുത്തു വരിക, ഉപവാസത്തോടു കൂടെ അടുത്തു വരിക, മാനസാന്തരത്തോട് ദൈവസന്നിധിയിലേക്ക് അവൻ അടുത്ത് ചേർന്ന് വന്നാൽ നമുക്ക് വേണ്ടി അവൻ ദൈവം പ്രവർത്തിക്കുവാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെയും ദൈവം മടക്കി തരും. 24-ാം വാക്യത്തിൽ അവൻ സന്തതികളെ ദൈവം അനുഗ്രഹിക്കും. 28-ാം വാക്യത്തിൽ അന്ത്യകാലത്ത് എന്നതുപോലെ ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ആത്മീകമായ അനുഗ്രഹങ്ങളെ ദൈവം നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവരെ ആത്മീകമായ അനുഗ്രഹങ്ങൾ കൊണ്ട്, ദർശനങ്ങൾ കൊണ്ട്, വെളിപ്പാടുകൾ കൊണ്ട്, സ്വപ്നങ്ങൾ കൊണ്ട്, ഹല്ലേലൂയ, പ്രവചനങ്ങൾ കൊണ്ട് കർത്താവ് അവരെ നിറയ്ക്കുകയാണ്. ഞാൻ ആഴമായി വിശ്വസിക്കുന്നു, ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ എവിടെയായിരുന്നാലും നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂതാണ്, നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. താങ്കൾ എന്നും കണ്ണുനീരിൽ കടന്നു പോകേണ്ടവരല്ല, പരാജയത്തിൽ കൂടെ പോകേണ്ടവരല്ല. തലമുറകളുടെ നഷ്ടങ്ങളെ ദൈവം മാറ്റും. കുടുംബ ജീവിതത്തിലെ പരാജയങ്ങളെയും നഷ്ടങ്ങളെയും മാറ്റുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ കൊണ്ട് കഴിയും. അതുകൊണ്ട് ജോവേൽ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ കീറിക്കൊണ്ട് ദൈവത്തിന്റെ അടുത്തേക്ക് വരണം. സിയോനിൽ കാഹളം ഊതണം, സഭയെ കൂട്ടണം, ഒരുമിച്ച് കുടുംബമായി ഒരുമിച്ച് ഐക്യതപ്പെട്ട് കരം കോർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കാമോ, ഉപവസിക്കുവാൻ ആരംഭിക്കാമോ? ഈ വർഷം തീരുന്നതിന് മുൻപ്, ഈ മാസം തീരുന്നതിന് മുൻപ് താങ്കളുടെ ജീവിതത്തിൽ ഒരു ഉദാഹരണം നൽകി. ഏതെല്ലാം നഷ്ടപ്പെട്ടു പോയോ അതിനെ മടക്കി തരുവാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിനെ കൊണ്ട് കഴിയും. മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാണ്. നീ ഒരു തീരുമാനമെടുത്ത് നോക്ക്. നിനക്ക് വേണ്ടി ആകാശത്തെ ദൈവം തുറക്കും, അടയ്ക്കപ്പെട്ട വാതിലുകളെ ദൈവം തുറക്കും, ഇരുമ്പ് ഓടാമ്പലുകളെ ദൈവം തുറക്കും. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഈ പകൽക്കാല ഈ ദൂത് കേട്ട ഓരോ ജീവിതങ്ങളിലും ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുമാറാകട്ടെ. ദൈവം ചെയ്തിരിക്കുന്നത് കാണുവാൻ കണ്ണുകളെ ദൈവം തുറക്കുമാറാകട്ടെ. ദൈവവുമായുള്ള ബന്ധം, കൂട്ടായ്മ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാല കർത്താവിന്റെ വചനം കേട്ട എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. ജീവിതത്തിലുള്ള തടസ്സങ്ങളെ ദൈവം മാറ്റണം. ജീവിതത്തിലുള്ള പോരാട്ടങ്ങൾ മാറട്ടെ, ജീവിതത്തിലുള്ള കുറവുകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എവിടെയെല്ലാം ഹല്ലേലൂയ ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയോ, ഏതെല്ലാം ജീവിതത്തിൽ ആ ബന്ധം നഷ്ടപ്പെട്ടു പോയോ, ഒന്നുകൂടെ പുനഃസ്ഥാപിച്ചുകൊണ്ട് കൂട്ടായ്മയിലേക്ക്, ആത്യസ്നേഹത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, ഉപവാസത്തിലേക്ക്, കണ്ണുനീരിലേക്ക്, ദൈവമായുള്ള ഐക്യതയിലേക്ക് വിശുദ്ധിയോട് കടന്നു വരുവാൻ ജനത്തെ ദൈവം സഹായിക്കും. കടന്നു വരുന്ന, മടങ്ങി വരുന്ന, ദൈവസന്നിധിയിലേക്ക് നിരപ്പ് പ്രാപിക്കുന്ന ഓരോ ജീവിതത്തിലും പരാജയങ്ങൾ മാറട്ടെ. തുള്ളനും വിട്ടിലും പച്ചപ്പുഴും പച്ചക്കിടിയും എല്ലാം ഭക്ഷിച്ച വർഷങ്ങൾക്ക് ദൈവം പകരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, നഷ്ടങ്ങൾ ലാഭമായി മാറട്ടെ. വലിയൊരു വ്യത്യാസം
ദൈവം നൽകി ആദരിക്കും. ആദരിച്ചതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ. ദൈവം നമ്മെ ധന്യമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.